സമയം ചെലവഴിക്കാനുള്ള അദ്ദേഹമാണ്. ഏട്ടാ, നമ്മളും നിങ്ങളൊരു നാടിൻ്റെ വേദന പങ്കിടുകയാണ്. നമ്മുടെ നാടിൻ്റെ വേദന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ നമ്മുടെ സഹോദരന് വേണ്ടിയിട്ടുള്ള ഒരു തീരാ വിഷമം ഉണ്ട്. ഇങ്ങനെ ഒരു മിസ്സിങ് എന്ന് പറഞ്ഞാൽ ഇത്ര ദിവസം നീണ്ടുപോയാൽ വളരെ സങ്കടമുണ്ട്. അപ്പം നമുക്കുള്ള ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ ഇപ്പം ഗംഗാവലി പുഴയിലുണ്ടെങ്കിൽ തന്നെ വണ്ടീൻ്റെ ഗ്ലാസ് ചാടിപ്പോയിട്ട് അവൻ അതിലുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. ഗ്ലാസ് മിസ്സിങ് വരുമല്ലോ ഇത്രയും വലിയൊരു വീഴ്ചയിൽ. ഗ്ലാസ് മിസ്സിങ് ഉണ്ടെങ്കിൽ ചിലപ്പം ചാടി പുറത്തേക്ക് പോയി പോകും. അതാണിപ്പോൾ ഇത്. പിന്നെ 4 ദിവസം കഴിഞ്ഞിട്ട് റിങ് ചെയ്തെന്ന് പറഞ്ഞാലാണ് നമുക്ക് ആകെ ഡൗട്ട്. ഇത്ര പുഴയിലുള്ളൊരു മൊബൈൽ 4 ദിവസം കഴിഞ്ഞിട്ട് റിങ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിലൊരു ഡൗട്ട്. ചിലപ്പോൾ ഇവർക്ക് വിളിക്കുമ്പോൾ ഓരോ സമയത്ത് നെറ്റ്വർക്കിന്റെ എന്തെങ്കിലും ഇതായിട്ടാവാൻ സാധ്യതയില്ലേ? നമ്പർ മാറിയോ? ഇത്രയും പുഴ എന്ന് പറഞ്ഞാൽ ഇത്രയും വെള്ളം നിൽക്കുന്നതും തണുപ്പ് കൂടിയതാണ്. പുഴവെള്ളത്തിന് തണുപ്പും കൂടും. അപ്പം അതിലിപ്പോൾ മൊബൈൽ 4 ദിവസം കഴിഞ്ഞിട്ട് 4-ാമത്തെ ദിവസം റിങ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ റിങ് എന്തോ എന്തായാലും നമ്മളെ സഹോദരൻ തിരിച്ചു വരട്ടെ. അത്ഭുതങ്ങൾ ഇപ്പൊ നടക്കുന്ന ഒരു പ്രവർത്തനം തെരച്ചിലൊക്കെ കുറച്ചും കൂടി നേരത്തെ നടത്തുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയാ, ഇത് എന്റെ ഒരു അഭിപ്രായം പറയാന്ന് വെച്ചാൽ ഇത് മനഃപൂർവ്വം ആരും ചെയ്യൂലല്ലോ. മനഃപൂർവ്വം ആരും ഇതിപ്പോ അവിടെ ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയിൽ അവിടെ തപ്പി. പിന്നെ നോക്കുമ്പോ അവിടെ ഇല്ല. ഇപ്പം പുഴയിലേക്കാണ്. പുഴയിലും പറഞ്ഞാണല്ലോ, പുഴയിലിപ്പം മണ്ണ് ടാങ്കർ ലോറി തെറിച്ച് വീകണമെങ്കിൽ തീർച്ചയായിട്ടും മണ്ണടിച്ചിട്ട് ഇതും തെറിച്ച് പോകാനേ സാധ്യതയുള്ളൂ. കാരണം വെച്ചാൽ ഞാൻ ഒരു ബസ്സിൽ ഹെവി ഡ്രൈവറാണ്. ഏകദേശം വണ്ടീനെ പറ്റിയൊക്കെ അറിയുന്നതിനെ കൊണ്ട് പറയാണ്, അടിച്ചു തെറിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ മണ്ണ് വന്ന് മൂടല്ല. ആ വന്ന് അടിച്ചു തെറിപ്പിച്ചില്ല. അങ്ങനത്തെ ഒക്കെ അതിന്റെ കരയിൽ ഇവിടെ മണ്ണ് വീണിട്ട് ആ കരയിൽ വെള്ളം മണ്ണും കയറിയുണ്ടില്ല. അതിന് ഓപ്പോസിറ്റ് കരയിൽ. അപ്പം എന്തായാലും അവൻ പുഴയിൽ നടുക്കെവിടെയെങ്കിലും ആ വണ്ടി ഉണ്ടാവും എന്നൊരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. പക്ഷെ ആളെ നമുക്ക് ദൈവം അനുഗ്രഹിച്ചിട്ട് എന്താ പറയാ, കയ്യിലല്ലോ. അത്ഭുതം സംഭവിക്കുന്നുണ്ടല്ലോ. ഒരു വണ്ടിയിൽ ക്യാബിനിലാണെങ്കിൽ തന്നെ എത്ര ദിവസം അങ്ങനെയൊക്കെ ക്യാബിനിലാണെങ്കിൽ തന്നെ അത് ചളി നിറഞ്ഞു കിടക്കല്ലേ. ഏറി വന്നാൽ എന്ത് ഓക്സിജൻ കിട്ടുകയാണെങ്കിലും എന്ത് കമ്പനി പറയുകയാണെങ്കിലും ഒരു 3 മണിക്കൂറിൽ കൂടുതലൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പിന്നെ എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ അവൻ പിന്നെ ചെറുപ്പക്കാരൻ ചെക്കനാണ്, നന്നായി നമ്മളെ പ്രവർത്തകനാണ്. എന്തെങ്കിലും ഒരു അഭ്യാസം കാണിച്ച് അവൻ ആ ഡോർ ഓപ്പൺ ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ ഗ്ലാസ് പൊട്ടിക്കാൻ നോക്കും. കാരണം പുഴയൊക്കെ ആയിട്ട് അടുത്തറിയുന്ന ഒരാളാണ്. പുഴേന്റെ അടുത്താണല്ലോ അവന്റെ വീട്. നീന്തലൊക്കെ അറിയുന്ന ആളാണ്. അപ്പം ഒരു പക്ഷെ എനിക്ക് 100% ഈ അടിയൊഴുക്ക് ഗ്ലാസ് തള്ളിപ്പോയിട്ടുണ്ടാവും. കാരണം 8 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് മരക്കഷ്ണം കിട്ടുക എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാലും ആ വീഴ്ചയിൽ ഗ്ലാസ് തള്ളേണ്ടതാണ്. ഗ്ലാസ് പൊട്ടൂല, പക്ഷെ തള്ളിപ്പോവും. ചില ചാനലിന്റെ മുകളിൽ നിന്ന് ഗ്ലാസ് തള്ളിപ്പോവും. തള്ളിപ്പോവും. അങ്ങനെ അവനവിടെ നിൽക്കുമെന്ന് പറയാൻ പറ്റൂല. എന്തായാലും അവന്റെ ലോറി പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് അതിലൊരു സ്ഥിരീകരണം ഇതാൻ കിട്ടുള്ളൂ. അതിന് ലോറിയാന്ന് പറഞ്ഞ ലോറി ആരും കാണുന്നില്ലല്ലോ. ഓരോ ദിവസവും നമ്മളിങ്ങനെ ഇപ്പൊ എന്താ പറയാ, നിങ്ങളെപ്പോലുള്ള ചാനൽ എന്നെ പ്രതീക്ഷിച്ച് നിൽക്കുന്നു. ചാനലുകാർ പറയുന്നത് ഞങ്ങൾ ഇത്രയും ദൂരത്തുള്ള വിവരങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടാൻ യാതൊരു വഴിയില്ലല്ലോ. സുഹൃത്തുക്കളാരും നേരിട്ട് പോയി. പിന്നെ അവന്റെ സുഹൃത്തുക്കളൊക്കെ പോയി, 2 ആളും കൂടി തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോഴും അവന്റെ ആരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അല്ലേ. അവന്റെ ബന്ധുക്കളും പിന്നെ അവരുടെ സുഹൃത്തുക്കളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. എന്തിനായാലും നല്ലൊരു വ്യക്തിയായിരുന്നു അവന്. ഇവിടെ എന്താ പറയാ, ഇനിയും ഈ മണ്ണിലേക്ക് വരാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതാണ് നമുക്ക് ചോദിക്കുന്നതിനൊക്കെ വളരെ വിഷമമുണ്ട്. കാരണം ഇവരൊക്കെ മാനസികമായിട്ട് കുറേ ദിവസങ്ങളായിട്ട് ഈ ഒരു പ്രാർത്ഥനയിലാണ്. ഇവർക്കെല്ലാം പങ്കുവെക്കാനുള്ളത് സങ്കടത്തിൻ്റെ ഇടയിലും ഒരു പ്രതീക്ഷ, അതായത് ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ, അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണ് ഇവരൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നാടിൻ്റെ വേദനയിൽ ഇവർക്കൊപ്പം നിൽക്കുക മാത്രമാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുക. എന്താണെങ്കിലും തെരച്ചിലിൻ്റെ ഓരോ വിശദാംശങ്ങളും ഇവരെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അവിടെ പോയ സുഹൃത്തുക്കളോട് സംസാരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഈ തെരച്ചിൽ ഇത്രയും ദിവസം നീണ്ടു നിൽക്കുമ്പോൾ ആ പ്രതീക്ഷകളൊക്കെ ആശങ്കയിലേക്ക് വഴിമാറുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. എന്താണെങ്കിലും കണ്ണാടിക്കൽ ഗ്രാമം ഇവിടെ ഒന്നാകെ അർജുന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തോ
അതാണ് പ്രധാനപ്പെട്ട കാര്യം. അനുമോദ